ആദ്യം ഇക്ബാലിലേക്ക് പോകാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് രാഹുൽ സഞ്ചരിക്കുന്നെന്ന വിവരങ്ങളുണ്ട്. സഹായി ജോബിക്കായും അന്വേഷണം ഊർജിതമാണ്. ഇക്ബാൽ അറക്കിലാണ് ചേരുന്നത്. ഇക്ബാൽ, ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ SFI നടത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടു. വാണ്ടഡ് നോട്ടീസുമായി അവർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. ഈ വാണ്ടഡ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? അത് തന്നെയാണ് ചോദ്യം. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വിനീത, രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് സംഘം ഇപ്പോഴും കരുതുന്നത്. രാഹുലിന്റെ ഫോൺ ഉൾപ്പെടെ പാലക്കാടാണ് അവസാനമായി ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ഈ ഫോൺ താമസ സ്ഥലത്ത് എവിടെയെങ്കിലും ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നൽകിയോ രാഹുൽ മാറിയതായിരിക്കാം എന്നുള്ളതാണ് പോലീസ് സംഘം കരുതുന്നത്. പക്ഷേ എന്തായാലും രാഹുലുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ നിരീക്ഷിച്ചതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് രാഹുൽ ഇപ്പോഴും പാലക്കാട് തന്നെ തുടരുന്നുണ്ട്. ഇതിനിടയിൽ രാഹുൽ ഒരു തവണ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തു പോയി എന്നുള്ള ഒരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 3 വാഹനങ്ങളാണ്. ഔദ്യോഗിക വാഹനം പാലക്കാട് താമസ സ്ഥലത്ത് ഉപേക്ഷിച്ച ശേഷം പിന്നീട് 3 വാഹനങ്ങൾ മാറി മാറി രാഹുൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പാലക്കാട് വിട്ട് രാഹുൽ പുറത്തു പോയിട്ടില്ല. കാരണം അത്തരത്തിലൊരു നിയമോപദേശമാണ് രാഹുലിന് ലഭിച്ചിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷയെ ഉൾപ്പെടെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാലക്കാട് തന്നെ രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ അത്തരത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെ ഉൾപ്പെടെ പോലീസ് നിരീക്ഷിക്കുന്നു. രാഹുൽ പലയിടത്തേക്കും കടന്നു കളഞ്ഞു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു. തമിഴ്നാട് വഴിക്കെല്ലാം രാഹുൽ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും രാഹുൽ ഇപ്പോഴും പാലക്കാട് തന്നെ തുടരുന്നു എന്ന രീതിയിലുള്ള നിഗമനത്തിലാക്കിയാണ് ഇപ്പോൾ പോലീസ് സംഘം കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് രാഹുലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചെല്ലാം അന്വേഷണവും അതുപോലെ തന്നെ നിരീക്ഷണവും പോലീസ് സംഘം തുടരുന്നുണ്ട്. അതിനിടയിലാണ് രാഹുൽ ഒരു തവണ പാലക്കാട് ജില്ലയ്ക്ക് പുറത്ത് പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ഏതായാലും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ച് എത്തി എന്നുള്ള കാര്യം കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ രാഹുലിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ പാലക്കാട് തന്നെ ഒരുപക്ഷെ രാഹുൽ പോലീസിന്റെ പിന്നിലാകും എന്നുള്ളതാണ്. കാര്യങ്ങൾ അന്വേഷണ സംഘം കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.